ഹായ്, ഞാൻ ലിയ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വരുന്ന കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യക്ക് ഉള്ള ബെനിഫിറ്റ്. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറും. ഈ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നേട്ടം നൽകാൻ കെൽപ്പുള്ള ആ ഒരു ഏരിയയിലാണ് ഈ ഒരു കമ്പനി നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രൊഡക്റ്റുകൾ നിലനിൽക്കുന്ന ഈ വളർച്ചയ്ക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വലിയൊരു റിട്ടേൺ നൽകാൻ ചാൻസ് ഉള്ളൊരു ഒരു മേഖലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിയുന്നതിനപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകാം. കമ്പനി എന്ന് പറഞ്ഞാൽ സൂര്യ റോഷ്നി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കേട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്തെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന 10-15 കൊല്ലത്തിനുള്ളിൽ തന്നെ ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുമ്പോൾ ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടാവും? റോഡുണ്ടാവും, റെയിൽ വികസിക്കും. അതുപോലെ തന്നെ ഈ റോഡ് റെയിൽ വികസിക്കുമ്പം അവിടെയൊക്കെ പുതിയ പുതിയ വ്യവസായങ്ങൾ വരും. ഈ വ്യവസായങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഇതിൻ്റെ അനുബന്ധിച്ച് തന്നെ എന്തുണ്ടാവും, പുതിയ പുതിയ ബിസിനസ്സുകൾ വരും. അങ്ങനെ ഒരുപാട് മേഖല, ആ ഏരിയ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഒരുപാട് വികസനം വരും. ഈ ഒരു വികസനമൊക്കെ നടക്കുമ്പം ഓട്ടോമാറ്റിക്കലി വേണ്ട പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഹോം അപ്ലയൻസസ്, ഈ ഹോം അപ്ലയൻസസ് സാധനങ്ങൾ, ഫാനുകൾ, ഇതുപോലെ തന്നെ എന്താ സ്റ്റീല് പൈപ്പുകൾ, CR സ്ട്രിപ്സ്. അപ്പോൾ ഇതുപോലെ വേണ്ട ആ ഒരു മേഖലയ്ക്ക് വേണ്ട ഐറ്റംസ്, പിന്നെ PVC പൈപ്പ്സ്. അപ്പോൾ ഈ മേഖലകളിലേക്ക് വേണ്ട എല്ലാ തന്നെ പ്രൊഡക്റ്റുകൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ബെനിഫിറ്റ് കാരണം തന്നെ നമുക്ക് തന്നെ ഭാവിയിലേക്ക് വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരൊറ്റ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് പല വിഭാഗങ്ങളായിട്ട് കിട്ടുന്നത്. ഇവനെല്ലാം കൂടി ഒരുമിച്ച് പെർഫോം ചെയ്ത് ഒരുപാട് റിട്ടേൺ നൽകാൻ കെൽപ്പുള്ള ഒരു കമ്പനി. ഭാവിയിലേക്ക് ഇതൊരു ലാർജ്, ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ്പാണ്, ഭാവിയിലേക്ക് ഒരു ലാർജ് ക്യാപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേന് എന്താ, ഈ ഇലക്ട്രോണിക്സ്, ഈ ഹോം അപ്ലയൻസസ്, ഈ ഇതൊരു വിഭാഗമായിട്ടും ഭാവിയിൽ സ്റ്റീൽ പൈപ്പ്സുകളൊക്കെ വേറൊരു വിഭാഗമായിട്ടും പിന്നെ PVC പൈപ്പുകളൊക്കെ വേറൊരു വിഭാഗമായിട്ട് മാറാനുള്ള ഒരു ചാൻസ്, ഇതെൻ്റെ അനുമാനം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചാൻസ് നമുക്ക് ഭാവിയിലേക്ക് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും വീണ്ടും വീണ്ടും ആ കമ്പനിയിൽ വീണ്ടും ഒരു ഉയർച്ചയ്ക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഓരോ സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വളർച്ചയിൽ തന്നെ നമുക്ക് ഒരുപാട് നേട്ടം നൽകാത്തരാം. ഇപ്പം തന്നെ അതിൻ്റെ അകത്ത് എത്രയാണ്, 50 കൺട്രീസിന് മുകളിൽ എക്സ്പോർട്ടിങ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പുതിയ വന്ന പ്രോഡക്റ്റുകളുടെ ലിസ്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റുകളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ സൈറ്റുകളെ കുറിച്ച് അധികം പറയുന്നത്, നമുക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള നോക്കാം. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. 6,997 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്മോൾ ക്യാപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്മോൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വേരിയേഷൻ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ വേരിയേഷൻ നിലനിൽക്കുന്നത്, റാലി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ റാലി ആയിരിക്കും. പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം, ഇപ്പം നിലവിൽ എല്ലാ ദിവസവും തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് മുകളിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഇപ്പം നിലവിൽ ബൈ ചെയ്യാൻ പറ്റിയ അവസ്ഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ നമുക്ക് ഇതുപോലെയുള്ള റാലി നടത്താൻ ചാൻസ് ഉള്ള, വലിയ നേട്ടങ്ങൾ നൽകാൻ ചാൻസ് ഉള്ളത് നമ്മളെപ്പോഴും നമ്മുടെ റഡാറിൽ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാട്ടോ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 641, 50 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 658, 50 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 235, സ്റ്റോക്കിൻ്റെ വി എന്ന് പറഞ്ഞാൽ 18.4, ബുക്ക് വാല്യൂ 182, ഡിവിഡൻഡ് നൽകുന്നതാണ്. ROC എന്ന് പറഞ്ഞാൽ 22.8, ROE എന്ന് പറഞ്ഞാൽ 19.7, ഫേസ് വാല്യൂ 5 അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ആട്ടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കണം. അതൊക്കെ നിങ്ങളെടുത്ത് വായിച്ച് നോക്കുക. പിന്നെ എൻ്റെ പ്രൈസ് ചാർട്ട് പാറ്റേൺ ആയിരുന്നു ഈ പറഞ്ഞേക്കണത്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എതിരാളികളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിൽസ് നോക്കാം. 2012 മാർച്ചിൽ 2,522 കോടി ഉണ്ടായിരുന്നുള്ളൂ.
അത് മാർച്ച് 2019 എത്തിയപ്പോഴത്തേന് 5980 മാർച്ച് 2023 എത്തിയപ്പോഴത്തേന് 7996 ട്രേഡ് ഇൻ മന്ത് 7963 വന്നേക്കണം. അപ്പോൾ കണ്ടിന്യൂസ് സെയിൽസ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടാണ് എല്ലാ കൊല്ലത്തിലും എന്നുള്ളതാണ്. ഓരോ കൊല്ലം കഴിയും തോറും അതിനും എപ്പോഴും ഉയർച്ച തന്നെയാണ് തന്നെ. അപ്പോൾ അതൊരു നല്ല പോസിറ്റീവ് പോയിൻ്റാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലോ 196 ഇപ്പോൾ എത്രയായി? ട്രേഡ് ഇൻ മന്ത് 667 വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ ഒരു 6നും 8നും ഇടയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഒരു ഭയങ്കര വലിയൊരു ഓപ്പറേറ്റിംഗ് മാർജിൻ ഒന്നും അല്ല. എന്നാലും നമുക്ക് ഈ സെയിൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ നന്നായിട്ട് വലിയൊരു റിട്ടേൺ നൽകാം, വലിയൊരു കയറ്റം ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ 52 335 ട്രേഡ് ഇൻ മന്ത് 380 വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് റിസർവ് 2012 മാർച്ചിൽ എത്രയായി? 624 ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ 1926 വന്നേക്കണം റിസർവ്. കടമാണെങ്കിലോ 833 എത്രയായിട്ട് കൂടി? 1192 മാർച്ച് 2019 വന്നു. പിന്നെ അവിടുന്ന് ഒന്നിനൊന്ന് ഈ കടം കുറച്ച് ഇപ്പം 229 കുറച്ചു. അപ്പോൾ അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നോക്കിക്കഴിഞ്ഞാലോ ലോങ് ടൈം ബോറോയിങ്സ് 0 ആക്കി. ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണെങ്കിലോ അത് കുറച്ച് 214. അപ്പോൾ അവർ കടം അങ്ങോട്ട് കുറച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇതുപോലെയുള്ള സ്മോൾ ക്യാപ്പ് കമ്പനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചുമലിൽ നിന്നൊരു വലിയ ഭാരം എടുത്ത് മാറ്റിയത് വരെ ആ ഭാരം കഴിയുമ്പോൾ പിന്നെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഷെയർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാലോ 2021 മാർച്ചിൽ 62.96 അത് അതുപോലെ തന്നെ തുടരുന്നു ഇപ്പോഴും. FIS ആണെങ്കിലോ 1.29 5.06 സ്ട്രൈക്ക് കൂട്ടുകയാണ് ചെയ്തേക്കുന്നത്. DIS ആണെങ്കിലോ 1.61 2022 സെപ്റ്റംബർ എത്തിയപ്പോഴത്തേനും 0.04 കുറച്ചു. അവിടുന്ന് ഇപ്പം നിലവിൽ കൂട്ടി 0.55 എത്തിയിട്ടുണ്ട്. അപ്പോൾ FISും DISും കണ്ടിന്യൂസ് സ്ട്രൈക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നല്ലൊരു പോയിൻ്റാണ്. പബ്ലിക് ആണെങ്കിലോ 30.3253 നിൽക്കുന്നു. അപ്പോൾ പബ്ലിക്കിൻ്റെ അകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് വലിയ വേറെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന വലിയ കമ്പനികളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത് മൊത്തം പബ്ലിക്കായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റിയല്ല. ഇവരൊക്കെ പബ്ലിക് ആണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. വലിയ ഇൻവെസ്റ്റേഴ്സുകളായിരിക്കും. അപ്പോൾ അവർക്ക് വലിയ ടീമുകൾക്കൊക്കെ ഈ കമ്പനിയിൽ നല്ലൊരു വളർച്ച സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അത് സൂചന. അപ്പോൾ അതൊരു നല്ല പോസിറ്റീവ് പോയിൻ്റാണ്. ഇനി നമുക്ക് നോക്കാനുള്ള തന്നെ ഇതിൻ്റെ അകത്ത് വീക്കിലി ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ ഇത് മൊത്തമുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് RSI വാല്യൂ ഒന്നും മെയിനായിട്ട് നമ്മളൊന്ന് മൈൻഡിൽ വെച്ചേക്കണം. കാരണം എന്നാ ഈ ഓവർ ബോട്ട് എന്ന് പറയുമ്പോൾ 70 മുകളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഓവർ ബോട്ട്. അവിടുന്ന് പിന്നെ വലിയൊരു സെല്ലിങ് വന്നിട്ട് ഏകദേശം 39 താഴത്തേക്ക് വരുമ്പോൾ 40 താഴത്തേക്ക് വരുമ്പോഴാണ് സാധാരണഗതിയിൽ ബൈയിങ് വന്നത്. അതെപ്പോഴും നല്ലതായിട്ടും ഓർമ്മയിലിരിക്കണം കേട്ടോ. ആ ഒരു പോയിൻ്റ് നമ്മളെപ്പോഴും നോക്കിയിരിക്കണം. കാരണം RSI വാല്യൂ 40 താഴത്തേക്ക് വരുമ്പോഴാണ് പിന്നെ തിരിച്ചൊരു ബൈയിങ്. ഇത് വീക്കിലി ചാർട്ടാട്ടോ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല വോളിയംസ് ഡെവലപ്പായി വരുന്നുണ്ട്. അതും നല്ലൊരു പോയിൻ്റാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്നാ ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ പ്രൈസ് പാറ്റേൺ ആണ് നോക്കേണ്ടത്. അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് ഓരോ കയറ്റം കഴിഞ്ഞിട്ടും വലിയൊരു കറക്ഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ റാലി നടത്തുന്നത്. ഇവിടെ വന്ന് വലിയൊരു കറക്ഷൻ വന്നു, അത് കഴിഞ്ഞിട്ട് വലിയൊരു റാലി നടത്തി, പിന്നെ വലിയൊരു കറക്ഷൻ വന്നു, പിന്നെ വലിയൊരു റാലി നടത്തി. അങ്ങനെയാണ് അവൻ്റെ പോയിരുന്നത്. അപ്പോൾ അത് ആദ്യകാലം മുതലേ നമുക്കത് ആ ഒരു പാറ്റേൺ കാണാം. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേന് അവനൊരു തീരെ ചെറിയ കമ്പനി എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റേജൊക്കെ വിട്ടു കേട്ടോ. അപ്പോൾ ഇപ്പം ഇച്ചിരി മുതിർന്ന ഒരു സ്മോൾ ക്യാപ്പ് എന്നൊക്കെ പക്ക പറയാൻ പറ്റിയ ഒരു മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോ ക്യാപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇച്ചിരി വേരിയേഷൻ കൂടുതലുള്ള കാലഘട്ടമാണ് ഈ 2000 കോടിക്ക് താഴേക്ക് എന്നൊക്കെ പറഞ്ഞ കാലഘട്ടം. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഒരു 6000-7000 കോടിയുടെ
7,000 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഇച്ചിരി ഒരു വേരിയേഷൻ കുറഞ്ഞൊരു കാലഘട്ടത്തിലേക്കാണ് വന്നത്. അപ്പോൾ ഇനി ഭാവിയിലേക്ക് ഇത് ഇനിയും മാർക്കറ്റ് ക്യാപ്പ് കൂടുമ്പോഴത്തേനും അതിൻ്റെ ആ ആ വേരിയേഷനൊക്കെ കുറഞ്ഞ് ഭാവിയിലേക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു പീരീഡാണ് നല്ലൊരു പീരീഡായിട്ടും നമുക്ക് കണക്കാക്കാവുന്നത്. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഏരിയയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്പ്ലിറ്റൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ സ്പ്ലിറ്റ് കഴിഞ്ഞതിൻ്റെ ഒരു മൂച്ചും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഒരു ബൈയിങ് കൂടി ഇതിൻ്റെ അകത്ത്, ആ പ്രോഫിറ്റ് കഴിഞ്ഞതിൻ്റെ ഒരു ബൈയിങ് കൊണ്ട് മാർക്കറ്റൊക്കെ ഒരു ഉയർച്ചയിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ വേണം ഈ പോയിന്റിൽ നമ്മൾ ബൈ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ, അപ്പോൾ അത് ഏത് കാലത്താണെങ്കിലും, ഇപ്പോൾ നിലവിൽ RSI വാല്യൂ 74 ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ ആദ്യത്തെ സപ്പോർട്ട് എടുക്കുന്നത് 489 ഏരിയയിൽ, അത് കഴിഞ്ഞാൽ 421 ഏരിയ, പിന്നെ 375 ഏരിയ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല സപ്പോർട്ടുള്ളത് 302നും 253നും ഇടയിലായിരിക്കും ഒരു നല്ല സപ്പോർട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ വരുമ്പോൾ മാത്രമേ നമുക്കൊരു ബൈയിങ് പരിഗണിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഈ RSI വാല്യൂ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഒരു 40ന് താഴത്തേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത് പരിഗണിക്കാവുള്ളൂ. അപ്പോൾ 40ൻ്റെ താഴത്തേക്ക് വരുമ്പോഴാണ് നല്ലൊരു കറക്റ്റ് വാല്യുവേഷനായിട്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു നമുക്കൊരു വലിയ റാലിക്ക് ചാൻസ് ഉള്ളത്. ഭാവിയിൽ ഇതുപോലെയുള്ള നല്ല വളർച്ച സാധ്യതയുള്ള കമ്പനികൾ തന്നെ ഇപ്പോൾ ഉള്ള പീരീഡിൽ വാങ്ങിക്കുന്നതിനോടൊപ്പമില്ല. പിന്നെ വാങ്ങിച്ച ഒരു ആഗ്രഹമുള്ളവർ തന്നെ വേണം ടോട്ടൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഒരു പങ്ക് മാത്രമേ വാങ്ങിക്കാവുള്ളൂ. ബാക്കിയുള്ള പങ്കുകൾ നമ്മൾ മാറ്റി വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് നമുക്ക് അടുത്ത റാലിക്ക് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാമെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് കമ്പനീനെ പറ്റി പഠിക്കുക. കമ്പനീനെ പറ്റി പഠിച്ച് കഴിയുമ്പം ഇതുപോലെയുള്ള നല്ല വളർച്ചാ സാധ്യതയുള്ള വലിയൊരു കമ്പനിയെ പറ്റി നമുക്ക് അതിൻ്റെ അകത്തെ ആ ഒരു ജേർണിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.